കോഴിക്കോട് കാറിടിച്ച് കോമയിലായ 9 വയസ്സുകാരിയെ ദൃശാനയെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റി. ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി മാത്രമാണെങ്കിലും പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. കാർ ഓടിച്ച പുറമേരി സ്വദേശിയെ ഗൾഫിൽ നിന്നും തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത്. ഡോക്ടർമാർ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം എന്ന് വെച്ചാൽ വീട്ടിലാകുമ്പോൾ നമ്മളെ ഇത് ആസ്പത്രി പോലെയല്ലല്ലോ. വീട്ടിലെ പരിസരം ഇതും നമ്മളെ ആൾക്കാരും ഒക്കെ ഓളെ ഫ്രണ്ടും ഓളെ അടുത്തുള്ള ആൾക്കാരിലോളായിട്ട് പരിചയപ്പെടാനും ഇതാക്കാനും എല്ലാം വീട്ടിലാകുമ്പോൾ സൗകര്യം ഉണ്ടാവും. ദൃശാനയുടെ ദേഹത്ത് 10 മാസത്തിന് ശേഷമാണ് പുറം വെളിച്ചം തട്ടുന്നത്. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഡിസ്ചാർജ് അനുവദിച്ചു ഡോക്ടർമാർ. കുഞ്ഞനിയത്തിക്കൊപ്പമുള്ള അന്തരീക്ഷത്തിൽ ആരോഗ്യം വേഗത്തിൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ. ചികിത്സാ സൗകര്യത്തിനായി മെഡിക്കൽ കോളേജിന് സമീപത്ത് വാടക വീടെടുത്തു. ഇവിടെ മോക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വീട് വാടക എടുക്കുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് വീട്ടിൽ നിന്ന് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവുമെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നത്. ഇപ്പോൾ മെയിൻ തെറാപ്പിയെല്ലാം വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാമെന്ന് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൃശാനയെയും മുത്തശ്ശി ബേബിയെയും ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കണ്ടെത്തിയത്. വാഹനമോടിച്ച പുറമേരി സ്വദേശി ഷജീൽ UAE-യിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നുവെന്നറിയിക്കുന്നു അന്വേഷണ സംഘം. ഇൻഷുറൻസ് ഇപ്പോൾ ഇവരെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നില്ലേ. ഇപ്പം ഇൻഷുറൻസും കുറച്ച് സ്പീഡാക്കണം. കാർ മതിലിടിച്ചെന്ന് കാട്ടി ഷജീൽ ഇൻഷുറൻസിന് ശ്രമിച്ചിരുന്നു. ഇതാണ് മാസങ്ങൾക്കിപ്പുറം വാഹനം കണ്ടെത്തുന്നതിൽ നിർണായകമായത്. ഫെബ്രുവരി 17 രാത്രിയിലായിരുന്നു അപകടം. മുത്തശ്ശി തൊട്ടടുത്ത ദിവസം മരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.